ഹലോ വെൽക്കം ബാക്ക് ടു ബാനുസ് ഹെവൻ. ഇന്ന് നമ്മൾ അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാനിവിടെ ഇൻഗ്രീഡിയൻസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സേമിയ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു പ്ലേറ്റിൽ പൊടിച്ചത്. പിന്നെ ഉള്ളിയും നമ്മൾ സമൂസേൻ്റെ ഈ തീനൊക്കെ ഉണ്ടാവുമല്ലോ, അതിൻ്റെ ഒരു കൂട്ടാണ് അവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. അത് ഞാൻ പിന്നെ ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ട്. 2-3 ഉരുളക്കിഴങ്ങ് ഞാനിവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ബാറ്ററും കൂടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് പത്തിരിപ്പൊടിയും നമ്മൾ സാധാ അരിപ്പൊടി ഉണ്ടല്ലോ, പത്തിരിപ്പൊടിയും അതിലേക്ക് ഒരു മുട്ടയും കൂടി പൊട്ടിച്ചിട്ടിട്ട് കുറച്ച് ഉപ്പും കുറച്ച് ഗരം മസാലയും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ ബാറ്റർ ഓവർ ലൂസാണോ അല്ലെങ്കിൽ ടൈറ്റ് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു തിക്കിൽ കൊണ്ടുവരിക. അപ്പോൾ ഇതിലേക്ക് നല്ല ജീരകമാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. നല്ല ജീരകമോ കരിഞ്ജീരകമോ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് പൊടിച്ചെടുക്കുകയാണ്, വേവിച്ച് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് നമ്മൾ ഈ ഒരു ഉള്ളിയും ബീഫും കൂടിയുള്ള ഈ മിക്സിലേക്ക് ചേർക്കുകയാണ്. ഇത് കുറച്ചേ ഉള്ളൂ. ഞാനിതിവിടെ ഇന്നലെ തലേന്ന് ഒരു ആവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കിയപ്പോൾ ബാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തായിരുന്നു. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ബാക്കിയുള്ളത് കൊണ്ട് ചെയ്യാണ്. അപ്പോൾ ഞാൻ അതിലേക്ക് ഈ ഉരുളക്കിഴങ്ങ് എടുത്ത് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഉടച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഇനി ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ ഞാനിത് ഓരോ ബോൾസ് ആക്കിയിട്ട് ഈ ബാറ്ററിലൊന്ന് നന്നായിട്ട് കോട്ട് ചെയ്തിട്ട് സേമിയത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലും നന്നായിട്ട് കോട്ട് ചെയ്യാണ്. അപ്പോൾ ഇതുപോലെ എല്ലാം നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ എല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ബോൾസ് തന്നെ ആക്കണമെന്നില്ല, വേറെ ഏത് ഷേപ്പ് വേണമെങ്കിലും ആക്കാം. ഞാനിവിടെ ബോൾസ് ആക്കിയിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ഇതുപോലെ എല്ലാം നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി പോവാം. അപ്പോൾ നമ്മൾ ഇതുപോലെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ടൈമിൽ നമ്മുടെ ഇവിടെ ഓയിൽ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ട് നമുക്ക് ഇത് അതിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിതെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കൊന്ന് കുറച്ച് ബ്രൗൺ കളർ ആകുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഇപ്പുറത്തെ ഭാഗത്തും കൂടി അതേ കളറാക്കിയിട്ട് നമുക്ക് തിരിച്ചു കോരാം. നമുക്ക് ഏകദേശം നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട്, സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലിൽ നിന്ന് എടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് എടുക്കുക, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഒരു ടിഷ്യൂലേക്ക് വെച്ചിട്ടാണെന്നെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഓയിലൊക്കെ ഒപ്പിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഈവനിങ് സ്നാക്ക് പുറത്ത് നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സൂപ്പറായിട്ടുള്ള അടിപൊളി ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.